വെള്ളാപ്പള്ളി നടേശനും PK നാരായണപ്പക്കരും ചേർന്നിട്ട് ഹിന്ദുക്കൾ ഒരുമിക്കണം എന്ന് പറയുന്നു. നായരിയുടെ സഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശ്രമം ഇന്ത്യ രാജ്യത്ത് വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ താല്പര്യമുള്ള ആളുകൾ ഇപ്പം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കരുണാകരൻ പറഞ്ഞു, ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞു ജാതീയമായിട്ടുള്ള ആ വർഗീയമായ സന്തുലിതാവസ്ഥ വന്നാൽ രാജ്യത്തിന്റെ ഭാവി ഭാഗതയം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല സംഘർഷവും സംഘട്ടനവുമുള്ള കേരളമായിരിക്കും നമ്മൾ കാണുക. അതുകൊണ്ട് ജാതി രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് ബുദ്ധിയുള്ളവർ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ദൂരെ നിന്ന് നോക്കിക്കാണുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു മുന്നണി രാജ്യത്ത് വരാതിരിക്കാനാണ് ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കുന്നത്. കോൺഗ്രസിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൂതരുണ്ട്, പാർസികളുണ്ട്. അവർ ഈ രാജ്യം ഭരിക്കട്ടെ, എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. മറിച്ച് ഈ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ എന്താകും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അത് ആലോചിക്കേണ്ടത് ലീഗുകാരല്ല, അത് ആലോചിക്കേണ്ടത് ലീഗിനെ എതിർക്കുന്ന ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വലിയ വിപത്ത് നമ്മളുടെ മുന്നിൽ വരുന്നു. ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്തിനാണെന്ന് ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ പറയുന്നുണ്ടല്ലോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്കൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ലീഗ്. ഞങ്ങൾ ഇല്ലാതാകുമ്പോൾ അറിയാം നിങ്ങൾ ആരാണ്. എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഈ രാജ്യത്ത് മതപ്രബോധനവുമായി മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലീഗ് കേരളത്തിലുണ്ടായിട്ടാ. അല്ലെങ്കിലോ ഉത്തരേന്ത്യയിൽ പോയി നിങ്ങൾ ആരും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ UP-യിൽ ഒരു പള്ളി പൊളിഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാലോ. 3.5 കോടി മുസ്ലിമീങ്ങളുണ്ട്. ബാബരി മസ്ജിദ് തകർന്ന ഉത്തർപ്രദേശിൽ. ആ ഉത്തർപ്രദേശിലെ ഫൈലാബാദിൽ നഷ്ടപ്പെട്ടു പോയ പള്ളി വീണ്ടും കിട്ടാൻ ആരാണ് ജോലി ചെയ്യേണ്ടത്, ആരാണ് പണിയെടുക്കേണ്ടത്, ആരാണ് ആവശ്യപ്പെടേണ്ടത്, ആരാണ് നിർബന്ധിക്കേണ്ടത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നുണ്ടല്ലോ. ആരെ പറ്റിയാ നിങ്ങൾ പറയുന്നത്? പാണക്കാട് തങ്ങൾ വിചാരിച്ചാൽ ബാബരി മസ്ജിദ് ഉണ്ടാകും അല്ലേ? പറഞ്ഞല്ലോ. തങ്ങൾ ഉത്തരം പറയണം. എന്തിനാ തങ്ങൾ ഉത്തരം പറയേണ്ടത്? ഉത്തർപ്രദേശിലെ ഫൈലാബാദിലെ പള്ളി പൊളിച്ചതിന്റെ ഉത്തരം പറയേണ്ടത് പാണക്കാട് തങ്ങളാണ്. തങ്ങളാണ് ഉത്തരം പറയേണ്ടതല്ല, അവിടുത്തെ 3.5 കോടി മുസ്ലിങ്ങളാണ്. അവരെ സംഘടിത രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് ആരാണോ പ്രവർത്തിച്ചത് അവരാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും ശക്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റിയ മണ്ണായിരുന്നു UP. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുസ്ലിം നേതൃത്വം ഉണ്ടായത് UP-യിൽ നിന്നാണ്. അവിടെയാണല്ലോ നമ്മളുടെ ദൈവബന്ധുള്ളത്, അവിടെയാണല്ലോ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമുള്ളത്. ആ അലീഗറിൽ നിന്നാണല്ലോ നമ്മൾ ഈ രാജ്യത്തിന് വെളിച്ചം നൽകിയത്. ആ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉള്ള പ്രദേശത്ത് എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായില്ല? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയത് ആ ഒരൊറ്റ പ്രസ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ അവിടുത്തെ മുസ്ലിമീങ്ങളെ ചിഹ്ന ഭിന്നമാക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ കേരളത്തിൽ, മഹാനായ KMCD സാഹിബ്. ആ മനുഷ്യന്റെ രാഷ്ട്രീയമായ ബുദ്ധിയാണ് നമ്മളെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിർത്തിയത്. എന്തെല്ലാം കളി കളിച്ചു നിങ്ങൾ അന്നിവിടെ. സുന്നി മുജാഹിദ് പ്രശ്നത്തിലൂടെ ലീഗിനെ തകർക്കാൻ അന്ന് നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? പുതിയ സംഭവമാണോ ഇതല്ല? മഹാനായ ബാഫക്കി തങ്ങൾ പ്രസിഡന്റും KMCD സാഹിബ് ജനറൽ സെക്രട്ടറിയും MK ഹാജി സാഹിബ് ഖജാൻജിയുമായ കമ്മിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോ സുന്നി മുജാഹിദ് പ്രശ്നത്തിലൂടെ ഞങ്ങളെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു. ആ ബോധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം വളർന്നത്. അങ്ങനെ ഒരു നേതാവിന്റെ അഭാവമാണ് ഉത്തരേന്ത്യയിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ വെളിച്ചം കാണുമായിരുന്നു. ഇന്ന് നമ്മൾ അവർ ഉറ്റുനോക്കുന്നുണ്ട്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉബൈദുള്ള പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ നിന്നൊരു മനുഷ്യനെ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചതിന്റെ നന്ദി എത്ര വലുതാണെന്നറിയോ നിങ്ങൾ? ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഹിമാചൽ പ്രദേശിൽ, ഹരിയാനയിൽ, ആസാമിൽ, ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിലുള്ള മുസ്ലിങ്ങളൊക്കെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് എന്താ? പടച്ചവനെ, ഈ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നീ നന്മ നൽകണമെന്ന്. ഈ അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചത് കൊണ്ടുള്ള ഗുണം എന്താ? നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ 100% എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധി വരെയെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായി. ഒരു കാര്യം ഞാൻ പറയാം, ഇക്കൊല്ലം ഹജ്ജ് നടക്കാൻ പോവാണല്ലോ. ഇക്കൊല്ലം ഹജ്ജ് നടക്കാൻ പോവാ. 21ഓ 22ഓ സംശയമുള്ളൂ അല്ലെ? ഒന്നുകിൽ 21-ാം തീയതി, ഏറെക്കുറെ അങ്ങനെ തന്നെ ആവുന്ന എനിക്ക് തോന്നുന്നത്. ഈ ഹജ്ജിന് പോയിട്ടുണ്ട് ഇവിടുന്ന് 72,000 മനുഷ്യന്മാർ ഇന്ത്യയിൽ നിന്ന്. ആ 72,000 മനുഷ്യന്മാർ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അഹമ്മദ് സാഹിബിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ കാര്യം? ഹജ്ജിനെ നിർത്തലാക്കിയ സബ്സിഡി പുനഃസ്ഥാപിച്ചു അഹമ്മദ് സാഹിബ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഒരു 12,000 രൂപയുടെ ആനുകൂല്യം എത്ര വലിയ അല്ല.
വളരെ ചെറുതാണ്. പക്ഷേ ആ ആനുകൂല്യത്തെക്കാളും വലുത് അവന്റെ അഭിമാനമാണ്. കഴിഞ്ഞ കൊല്ലം കിട്ടിയ ഇൻകം ടാക്സിന്റെ കടലാസ് മതിയാവില്ല ഇക്കൊല്ലം, അപ്പൊ പിന്നെയും പോകും. അപ്പൊ നമുക്ക് ആകെ പണി എന്താ? അപേക്ഷ കൊടുക്കലല്ല, ഇൻകം ടാക്സിന് വേണ്ടി നടക്കല. അവിടെ നിന്ന് ഈ രാജ്യത്തെ മനുഷ്യന്മാരെ മുസ്ലിമീങ്ങളെ രക്ഷിച്ചെടുത്തത് ലീഗ. 72,000 ആളുകൾക്കും ഒരുമിച്ച് ഇന്ത്യയിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നായിരുന്നു തീരുമാനം. കുറെ ആളുകൾക്ക് ഇക്കൊല്ലം ഹജ്ജിന് പോകുന്നതിൽ നിന്ന് തടസ്സമുണ്ടാകും എന്ന്